ഹലോ, എല്ലാവരും എന്നാ പറയണോ? അതേ, ഞങ്ങളിന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ് കേട്ടോ. അല്ലറ ചില്ലറ ഷോപ്പിങ്ങും പിന്നെ പിള്ളേർക്ക് അവധിയൊക്കെയല്ലേ, അവരെ ഒന്ന് പുറത്തേക്ക് ഇറക്കിയേക്കാന്ന് വിചാരിച്ചു. ഞങ്ങളേ പുറത്ത് കുറേ കടകളിലൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഷോപ്പിംഗ് മാളിൽ വന്നാണ് കേട്ടോ. ഇതിവിടുത്തെ അത്യാവശ്യം വലിയൊരു ഫുഡ് കോർട്ടും കൂടിയാണേ. അപ്പോൾ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ കുറേ സമയം ഇരിക്കാൻ തുടങ്ങിയിട്ട് കണ്ടില്ലേ ആളുടെ ഇരിപ്പ്. വിശന്നിട്ട് കണ്ണ് കാണാൻ പാടില്ല കക്ഷിക്ക്. പിള്ളേരെന്തായാലും കുറച്ച് കാർഡ്സൊക്കെ വാങ്ങിച്ച് അവർ കളി തുടങ്ങി. അവർക്ക് പിന്നെ എവിടെ ചെന്നാലും എന്തെങ്കിലുമൊക്കെ എൻജോയ്മെൻറ്റ് അവർ തന്നെയായിട്ട് കണ്ടുപിടിച്ചോളും. ആ, ഞാനുണ്ടല്ലോ ചെറുപ്പത്തിലേ എനിക്ക് ഈ വൈകുന്നേരങ്ങളിൽ പുറത്തിറങ്ങണതും രാത്രിയിൽ യാത്രയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പക്ഷെ എന്നാ പറയാനാ, അതിനുള്ള ഭാഗ്യമൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. വേറൊന്നുമല്ല, പെങ്കൊച്ചായി പോയതിൻ്റെ മാത്രം പ്രശ്നമാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത് എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം ആൺപിള്ളേരാണെന്നേ ഉള്ളൂ. എൻ്റെ ചേച്ചി മാത്രമേ ഉള്ളൂ അവിടെ പെൺപിള്ളേരായിട്ട്. അപ്പം വൈകുന്നേരം വരെ അവരുടെ കൂടെ കളിക്കാനൊക്കെ ഞങ്ങൾ നടക്കും. പക്ഷെ വൈകുന്നേരം 6 മണിയാകുമ്പോൾ വീട്ടിൽ കയറണം. അന്നൊക്കെ ഞാൻ മിക്കവാറും കർത്താവിനോട് പരാതി പറയുമായിരുന്നു. എന്നാണെന്നല്ലേ, എനിക്കൊരാങ്ങളെ തന്നില്ലല്ലോ എന്ന്. ഒരാങ്ങളെ ഉണ്ടായിരുന്നെങ്കിൽ ഈ അമ്പലത്തിലും പള്ളിയിലും ഉത്സവവും പെരുന്നാളൊക്കെ വരുമ്പം എന്നും കൂട്ടി പുറത്തു പോകാറുന്നല്ലോ. എന്തായാലും എൻ്റെ ആ വിഷമമൊക്കെ ഇവിടെ ഇറ്റലിയിൽ വന്നേ പിന്നെ മാറിയിട്ടോ. ഏത് പാതിരാത്രിക്ക് നമുക്ക് പുറത്ത് ഡ്രൈവിന് പോവാം, എപ്പോഴ വേണമെങ്കിലും പോവാം, ഒരു പ്രശ്നമില്ല. എന്തായാലും ഞാനന്ന് കണ്ണീരോടെ പറഞ്ഞ പരാതി മുഴുവൻ കർത്താവ് ഇപ്പോഴാണ് കേട്ടേന്ന് തോന്നുന്നു. കാരണം കുടുംബത്ത് ആന്തരിയില്ലെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാനിപ്പോൾ 3 പുരുഷ കേസരികളുടെ കൂടെയാണ് ജീവിതം. എന്നാൽ പിന്നെ ശരി, പിന്നെ കാണാവേ.